റോസമ്മ, ഏത് സാധനത്തിനാണ് വില കൂടുതലില്ലാത്തത്? ഞാൻ ഇന്നലെ കപ്പം ഓടിച്ചു, എന്തൊരു വിലയാ! അരിക്ക്, പച്ചക്കറിക്ക്, സകലമാന സാധനങ്ങൾക്കും വില കൂടുതലാണ്. വൈദ്യുതി ചാർജ് കൂട്ടി, വെള്ളക്കരം കൂട്ടി, സർക്കാർ ചാർജുകൾക്ക് മുഴുവൻ വില കൂട്ടി. ആ വില കൂട്ടിയ കാലത്താണ് ആരോഗ്യമന്ത്രി പറയുന്നത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം 7,000 രൂപ കേരളത്തിൽ കൈപ്പറ്റുന്നവരാണ്, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ കൈപ്പറ്റുന്നതെന്ന്. പി എസ് സി ചെയർമാനും മകൾക്ക് 1,01,000 കേട്ടോ, ഒറ്റയടിക്ക് കൂട്ടിയേ. ഇവിടെ കെ വി തോമസിന് യാത്രാപത്ത് കൂട്ടാൻ പോകുന്നത് ലക്ഷങ്ങളാണ് കൂട്ടാൻ പോകുന്നത്, പ്ലീഡർമാർ കൂട്ടുന്നത് ലക്ഷങ്ങളാണ്. ഇതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരുന്നുണ്ടോ? എന്നിട്ടും രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്നവർ നിങ്ങളാണ് എന്ന് ആരോഗ്യമന്ത്രി പറയണമെങ്കിൽ അപാരമായ ഇടതുമൂല്യം ഇല്ലാത്തൊരാൾക്കല്ലേ പറയാൻ പറ്റുമോ അത്? ഇത് റോസമ്മ, സത്യം പറയുകയാണെങ്കിൽ ഒരു സ്ത്രീക്കാണ് ഏറ്റവും കൂടുതൽ കാരുണ്യവും ദൈവവും ഉണ്ടാകേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ആരോഗ്യമന്ത്രിക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കുടുംബത്തിൽ നിന്ന് വന്ന കുടുംബിനിയാണ്, അമ്മയാണ്, അവരൊരു ഭാര്യയാണ്, ഒരു സ്ത്രീയാണ്. ഈ ശരിയായ സത്യങ്ങൾക്ക് നേരെ മുഖം മറയ്ക്കുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഒരു സ്ത്രീക്ക് ഇതിങ്ങനെ കഴിയുക? തീർച്ചയായിട്ടും എനിക്കിതിൽ സഹതപിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ, ഞങ്ങൾ ആശമാർക്ക്. ഇനി അവരെന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾക്കൊരൊറ്റ ഡിമാൻഡേ ഉള്ളൂ. ഞങ്ങളുടെ ഡിമാൻഡുകളെല്ലാം അവിടെ സമർപ്പിച്ചു കഴിഞ്ഞു. അത് വാങ്ങിച്ചിട്ടേ ഞങ്ങൾ തിരിച്ചു പോകൂ. അരിയുടെ വില കൂടിയാലും തുണിയുടെ വിലയാണ്. സാർ, കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ വീട്ടിൽ കറണ്ട് കട്ട് ചെയ്തുകൊണ്ട് പോയി. ഞങ്ങൾ 7 ദിവസം കറണ്ടില്ലാതെ ഇരുട്ടത്ത് മണ്ണെണ്ണ വിളക്കിന് ഉള്ളിലിരുന്നു. പഠിക്കുന്ന കുട്ടികളുണ്ട് എൻ്റെ വീട്ടിൽ, വയസ്സായ അച്ഛനുണ്ട്, സുഖമില്ലാത്ത കെട്ടിയവനുണ്ട്. എന്നിട്ട് പോലും ഞങ്ങളുടെ ആ കറണ്ട് ബിൽ അടയ്ക്കാൻ അവസാനം ഓണത്തിൻ്റെ തലേ ദിവസം ഉത്രാടത്തിൻ്റെ അന്നാണ് ഞങ്ങൾക്ക് കാശ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. നാണമില്ലേ എന്തോ ഇങ്ങനെ പറയാൻ? അതാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. അല്ല, ഇപ്പൊ അമ്മയുടെ വീട്ടിലെ കറണ്ട് ഫ്യൂസ് ഊരിക്കൊണ്ട് 9 ദിവസം ഇരുട്ടത്തിരുന്നാലും ഇവിടെ PSC അംഗങ്ങളുടെ ജീവിതം പ്രധാനമാണ്. ശ്രീമതി റോസമ്മ, PSC അംഗങ്ങൾ നന്നായി ജീവിക്കണം, PSC ചെയർമാൻ നന്നായി ജീവിക്കണം. അതുകൊണ്ടാണ് 1,01,000 ശമ്പളം. അവർക്ക് അവർ തികയുമോ? മറ്റുള്ളവർ പണക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അതെ, പക്ഷെ അവർക്ക് തികയുമോ? അത് പോരാ എന്നാ പറയുന്നത്. ഞാൻ എത്താം.